അപ്പോൾ ഒരു ടീച്ചറിന് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇമ്പാക്റ്റ് എന്ത് വളരെ വലുതെന്നുള്ള കാര്യം ഞാൻ പണ്ടേ മനസ്സിലാക്കി. തീർച്ചയായും. അപ്പോൾ ഈ ടീച്ചിങ്ങും ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ഓൺടർപ്രണർ എന്നുള്ള ഒരു ഐഡിയയും കൂടെ ഒന്ന് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡു ബെറ്റർ തിങ്സ് എന്നുള്ളൊരു. എന്താണ് അതിന് വേണ്ടി ചെയ്തത്? ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ 9th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ന്യൂറോ സർജൻ ആകാൻ താല്പര്യം. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലാണ് ആദ്യമായി ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത്. ഞാൻ മലയാള മനോരമയിൽ അന്ന് പഠിപ്പുര എന്ന് പറയുന്ന പങ്ക്തിയിൽ ഞാൻ ആക്ച്വലി വായിച്ചതായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇന്ത്യ സ്വന്തമായിട്ടൊരു റോക്കറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരു ഭയങ്കര, അതുവരെ റഷ്യയിൽ നിന്നും പുറത്തേക്ക് കടം മേടിച്ച റോക്കറ്റ് എഞ്ചിൻ ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തു. എന്നെ ആശ്ചര്യപ്പെടുന്ന സംഭവമായി. കാരണം ട്രിവാൻഡ്രത്ത് തുമ്പ എന്ന സ്ഥലത്താണ് നമ്മുടെ ISR സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പള്ളിയിൽ. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന അവിടെ ടൂർ കൊണ്ടുപോയായിരുന്നു. അപ്പം ആ ഒരു പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ഇന്ന് മൂൺ വരെ എത്തി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് റോക്കറ്റ് സയൻസിലോട്ട് ഭയങ്കരമായി താല്പര്യം തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് റോക്കറ്റ് സയൻസ് പഠിക്കണം, റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആവണം. പിന്നെ ഈ ടീച്ചിങ് കൂടെ പാഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയാൽ ഒറ്റ റോക്കറ്റ് സയൻറ്റിസ്റ്റ്, പക്ഷേ ഈ റോക്കറ്റ് സയൻറ്റിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായാലോ, അങ്ങനെയാണ് ആക്ച്വലി. എന്നാൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കണം, അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരാളായി മാറണമെന്ന് ആഗ്രഹം വന്നത്.